അടക്കം കഴിഞ്ഞതിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂറിന് ശേഷം, നീയില്ലാതെ ഈ ലോകം പിന്നെയും യാത്ര തുടങ്ങും. കണ്ണുനീർ ഉണങ്ങും. ആളുകൾ മടങ്ങി ഭവനങ്ങളിലേക്ക് പോകും. നിന്റെ ജോലിസ്ഥലത്ത് പുതിയൊരാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. സ്വത്തുക്കൾ പങ്കുവയ്ക്കപ്പെടും. നീ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോകൾ ഓർമ്മകളായി മാറും. നീ ആർക്കു വേണ്ടി ജീവിച്ചോ അവർ അവരുടെ ദിനചര്യകളിലേക്ക് തിരിയും. ഇത്ര വേഗത്തിലാണ് അവർ നിന്നെ മറക്കുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് നീ ആരെയാണ് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചത്? നിന്റെ പാപങ്ങൾ വഹിക്കുവാൻ കഴിയാത്ത ആളുകളെയോ? ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിന്നെ മറന്നുപോകുന്നവരെയോ? അല്ല, നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ ദൈവത്തെയോ? ആരെയാണ് നീ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചത്? ഒന്നും മറന്നു പോകരുത്. ആരും സഹായിക്കാൻ കഴിയാത്ത ഒരു ദിവസത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നാം ഇതിന് ഉത്തരം പറയേണ്ടി വരും. അന്ന് പതറാതെ ദൈവത്തിൻ്റെ മുന്നിൽ നിൽപ്പാൻ കഴിയട്ടെ.